വാർത്തകളിലേക്കാണ് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. വെനസ്വേലയെ നടുക്കിയ അതിശക്തമായ ഭൂകമ്പം. 1 മിനിറ്റിലുണ്ടായത് 2 ശക്തമായ പ്രകമ്പനങ്ങൾ. റിക്ടർ സ്കെയിലിൽ 7.1ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തി. വ്യാപക നാശനഷ്ടമെന്ന് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വെനസ്വേലൻ ഭരണകൂടം. സ്കോട്ട്ലൻഡിനെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബ്രസീൽ നോക്കൌട്ട് റൗണ്ടിൽ. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ നേട്ടം. കാത്തിരിപ്പിനൊടുവിൽ പകരക്കാരനായി കളത്തിലിറങ്ങി നെയ്മർ. ഹെയ്തിയെ തോൽപ്പിച്ച് മൊറോക്കോയും നോക്കൌട്ട് റൗണ്ടിൽ. കാനഡയെ തോൽപ്പിച്ച് ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ സ്വിറ്റ്സർലൻഡ്. ഇരു ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. കാനഡ ഗ്രൂപ്പ് ഘട്ടം പിന്നിടുന്നത് ചരിത്രത്തിലാദ്യമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഉടൻ നടപ്പായേക്കില്ല. വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ UDF യോഗം ചേരും. നികുതി ഇളവ് നടപ്പാക്കുന്നതിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടും. വിഷയത്തിൽ എതിർപ്പ് തുടർന്ന് മുസ്ലിം ലീഗ്. PM ശ്രീ വിഷയവും മുന്നണിയിൽ ചർച്ച ചെയ്യും. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനുള്ള FCRA ചട്ട ഭേദഗതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സംഘടനകൾ. അടുത്ത മാസം 3-ന് ദേശീയ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനം. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ CBCI. തൊണ്ടി മുതൽ തിരിമറി നടത്തിയ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതിയിൽ. അപ്പീൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസ് പരിഗണിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. BJP കൗൺസിലർ സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് അംഗീകാരം നൽകിയ ആഭ്യന്തര സെക്രട്ടറി. ജയിലിൽ കഴിയുന്ന സുഗതനെ സത്യപ്രതിജ്ഞയ്ക്കെത്തിക്കാൻ BJP. സുഗതനായി 1 ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. കാപ്പയ്ക്ക് അംഗീകാരം നൽകിയതിനെതിരെ സുഗതൻ കാപ്പ ബോർഡിനെ സമീപിച്ചേക്കും. ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ CPI. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ നിർണായകമായ രേഖകൾ SFIO EDക്ക് കൈമാറി. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണയെ 29-ന് ED ചോദ്യം ചെയ്യുക. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും എല്ലാ രേഖകളും SFIO EDക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീണയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണയെ വീണ്ടും ED ചോദ്യം ചെയ്യുന്നത്. 29-ന് രാവിലെ 10:30 മണിക്ക് കൊച്ചിയിൽ ഹാജരാകണം എന്ന നിർദ്ദേശമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. മെയ് 27-ാം തീയതി ആയിരുന്നു പ്രാഥമികഘട്ട തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നടന്നത്. അതിന് തൊട്ടു പിന്നാലെ ഒരാഴ്ച മുമ്പ് അവർ കൊച്ചിയിലെത്തി EDക്ക് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയായിരുന്നു. എന്നാൽ ആ സമയത്ത് SFIO രേഖകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. കേവലം ഒരു റിപ്പോർട്ട് മാത്രമാണ് നൽകിയിരുന്നത്. 1 വർഷം മുമ്പാണ് SFIO വീണയെ ചോദ്യം ചെയ്തതും. ഇത് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീണയുടെ നിന്നും ശേഖരിക്കുകയും ഒപ്പം തന്നെ ചില കമ്പ്യൂട്ടറുകളിൽ നിന്നും ചില രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തത്. ഈ രേഖകളൊക്കെ തന്നെയാണ് ഇപ്പോൾ SFIO EDക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 2,78,00,000 രൂപ എങ്ങനെയാണ് വീണയ്ക്ക് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. നേരത്തെ വീണയെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നത് നേരിട്ടുള്ള ഇടപാടുകളായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഒന്നും തന്നെയില്ല. മാത്രവുമല്ല, എക്സാലോജിക് കമ്പനി ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടറുകളോ മറ്റുമൊന്നും തന്നെ കൈവശമില്ല എന്നും വീണ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഇവർ നൽകിയ പല ചോദ്യങ്ങൾക്കും പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ SFIOയുടെ 134ഓളം രേഖകളാണ് ഇപ്പോൾ EDക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 134 രേഖകളിൽ 72 രേഖകൾ എക്സാലോജിക് കമ്പനിയും CMRലുമായി നടത്തിയിട്ടുള്ള
ഇമെയിൽ ഇടപാടുകളാണ്. അതിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള സൂചനകൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒപ്പിട്ട രേഖകളൊക്കെ തന്നെ ഈ ഇമെയിലുണ്ട് എന്നുള്ളതാണ് SFIOയുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ബാക്കിയുള്ളത് ഇവരിൽ നിന്നുള്ള ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു, എങ്ങനെയൊക്കെയാണ് വന്നത്, ഈ സാമ്പത്തിക സഹായങ്ങൾ എങ്ങനെയൊക്കെ എത്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം കാണും. എന്തായാലും ഇത് EDയെ സംബന്ധിച്ചോളം അവർക്ക് ലഭിക്കുന്ന ഒരു നിർണായകമായ തെളിവാണ്. ഈ നേരത്തെ തന്നെ ED SFIOയുടെ ചോദ്യം ചെയ്യലിന് തൊട്ട് പിന്നാലെയാണ് ED ഈ കേസിലേക്ക് കടക്കുന്നത്. കാരണം CMRL കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ഇൻട്രീം സെറ്റിൽമെൻറ്റിനാണ് ആദ്യം ആദായ നികുതി വകുപ്പിൻ്റെ മുന്നിൽ എത്തുന്നത്. ഈ CMRLൻ്റെ കമ്പനി ഉടമകളുടെ ഭാഗത്തു നിന്നും ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അങ്ങനെ ആ ആദായ നികുതി വീഴ്ചകൾ പരിശോധിക്കുന്നതിന് വേണ്ടി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് CMRLും എക്സാലോജിക്കുമായി ഉള്ള ഇടപാടുകളെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുന്നത്. അതിൽ നിന്നും CMRLന് നൽകാത്ത സേവനത്തിൻ്റെ പേരിൽ എക്സാലോജിക്ക് എന്ന് പറയുന്ന വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി പണം പറ്റിയിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. 2,78,00,000 രൂപയാണ്. അതായത് പ്രതിമാസം 8 ലക്ഷം രൂപ വീതം കൈപ്പറ്റിയിരുന്നു വീണയുടെ പേരിലും ഒപ്പം കമ്പനിയുടെ പേരിലും. പക്ഷേ ഇത് ഒരു വിധത്തിലും സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നും ഈ KMRLന് ആവശ്യമായ തരത്തിലുള്ള സേവനം എക്സാലോജിക്കിനെ ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു എന്നുമൊക്കെ വ്യക്തമായി ഈ SFIOയുടെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട രേഖകളാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SFIO EDക്ക് കൈമാറിയത്. ഈ രേഖകളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി ഇവർക്കെതിരെയുള്ള അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ഒരു പക്ഷേ ED കടന്നെന്നിരിക്കാം. കാരണം ടി വീണയെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഉയർത്തിയ പല ചോദ്യങ്ങളും അവർ നിരസിക്കുകയാണ് ചെയ്തത്. കാരണം തെളിവുകൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ ലോക്കർ HDFC ബാങ്കിൻ്റെ ലോക്കർ തുറന്ന് പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിൽ കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ടെന്ന് ED പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ രേഖകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ തന്നെയാണ് ഇപ്പോൾ EDയുടെ തീരുമാനം. കാരണം ഈ മെയ് 27 നടന്ന സംഭവങ്ങൾ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ വീണ താമസിക്കുകയാണ്. അവിടെ എത്തി പരിശോധന നടത്തുന്നതിനിടയിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ അതിക്രമം, വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കൽ, ഇത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെ കേസ് വേഗത്തിൽ പൂർത്തിയാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ED ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CMRLുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ED ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. CMRLൻ്റെ ഉടമസ്ഥനായ MD ശശിധരൻ കർത്തയുടെ മകൻ, ഭാര്യ, മരുമകൻ എന്നിവരെല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും വീണയിലേക്കുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വീണയെ ചോദ്യം ചെയ്യുക. അത്തരത്തിൽ വലിയ നീക്കങ്ങൾ ഇപ്പോൾ CMRLൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വലിയ നീക്കങ്ങൾ EDയുടെ ഭാഗത്ത് നിന്ന് CMRLനെതിരെയും എക്സാലോജിക്കെതിരെയും തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം നിലവിൽ ഇപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി പ്രവർത്തനക്ഷമമല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ രേഖകൾ കണ്ടെത്താൻ്റെ ശ്രമം ED നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന് പിറകിലാണ് ED ഇപ്പോൾ. നേരത്തെ കേരളത്തിൽ എത്തിയിരുന്ന EDയുടെ ഡയറക്ടർ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് വേഗത്തിൽ കേസിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ കൂടി രേഖപ്പെടുത്തിയിരുന്നു. അവരിലേക്ക് അന്വേഷണം നീളുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ CMRL എക്സാലോജി കേസിൻ്റെ 2ാം വട്ടത്തിലേക്ക് കടക്കുന്നു. ED വീണ്ടും ടി വീണയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. 29-ന് രാവിലെ 10:30 മണിക്ക് EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. എന്നാലും CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ നിർണായകമായ രേഖകളൊക്കെയാണ് SFIO EDക്ക് കൈമാറിയിട്ടുള്ളത്. 134 രേഖകളൊക്കെയാണ് കൈമാറിയിരിക്കുന്നത്. ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയൊരു ചോദ്യം ചെയ്യലുണ്ടാകുക. എന്തായാലും 29-നാണ് വീണയെ ED ചോദ്യം ചെയ്തത്. 2ാം ഘട്ട ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഈ ഒരു ലഭിച്ച രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കില്ല.
വിഷയം മുന്നണിയിൽ വിശദമായി ചർച്ച ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഘടകകക്ഷികൾക്കിടയിൽ എതിർപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ UDF യോഗം ചേരും. ശക്തമായ എതിർപ്പ് മൂലം മദ്യനയത്തിലെ അന്തിമ തീരുമാനം UDFന് വിട്ടെങ്കിലും വിവാദമായ നികുതി കുറയ്ക്കൽ പിൻവലിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ വിൽപ്പന നികുതി എന്ന നിർദ്ദേശം പിൻവലിക്കാതെയാണ് മുഖ്യമന്ത്രി വിൽപ്പന അനുമതിയിൽ തീരുമാനം UDFന് വിട്ടത്. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതിയില്ലാതെ വിൽപ്പന നടക്കില്ലെന്നാണ് വിശദീകരണം. മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നികുതി ഇളവിനെ എതിർത്തിരുന്നു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന് തിരിച്ചടി. സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഇന്നലെയാണ് ആഭ്യന്തര സെക്രട്ടറി അനുമതി നൽകിയത്. കാപ്പ ഒഴിവാക്കണമെങ്കിൽ ഉപദേശക സമിതിയെ സമീപിക്കണം. 1 മാസത്തിനുള്ളിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അയോഗ്യനാകും. അതേസമയം സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനാണ് BJPയുടെ നീക്കം. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ 1 ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചേക്കും. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുഗതനടക്കം 20 കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. തുടർന്ന് സുഗതൻ ഒഴികെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ഈശ്വരനാമത്തിലാണ് 19 പേർ മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPIM ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ കൂടുതൽ പരിശോധനകൾക്കൊരുങ്ങി അന്വേഷണ സംഘം. ക്ഷേത്രത്തിൽ ഇന്നും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടരും. തട്ടിപ്പുമായി ബന്ധമുള്ള 150 ജീവനക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പിൽ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിക്കെതിരെ കേസെടുത്തേക്കും. കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ചമ്പത് റായിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്രയും SITയുടെ അന്വേഷണ പരിധിയിലുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ അടക്കം 17 പേരെ പ്രതികളാക്കിയതാണ് റിപ്പോർട്ട്. 3500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചിരുന്നു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകളില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവന എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ ക്രമക്കേട് നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ ചെയ്തു. വെനസ്വലയിൽ ശക്തമായ ഭൂചലനം. തുടർച്ചയായി 2 തവണയാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.1, 7.5 തീവ്രത രേഖപ്പെടുത്തി. തലസ്ഥാനമായ കാറക്കാസിൽ വൻ നാശനഷ്ടമുണ്ടായി. രാജ്യത്ത് വെനസ്വലൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട്. വിസ്മയ, വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. 2 തവണ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ രാജ്യത്ത് വെനസ്വലൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ അവസ്ഥ? ഈ ഒരു ഭാഗത്തു നിന്നും ജനങ്ങളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്?
അരുണിമ, ഈ ഒരു വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് ഇന്നുണ്ടായത് എന്ന് വേണം പറയാൻ. അതായത് റിക്ടർ സ്കെയിലിൽ 7.1 അതുപോലെ തന്നെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. അതും ഒരു മിനിറ്റിനിടയിൽ, അതായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിനിടയിലാണ് 2 ഭൂകമ്പങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ശക്തമായ, അതായത് ഒരു നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും ശക്തമായ ഒരു ഭൂകമ്പം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 13 കിലോമീറ്റർ താഴ്ചയോളമാണ് ആദ്യത്തെ ഒരു ഭൂകമ്പം ഉണ്ടായത്. പിന്നീടുള്ള ഭൂകമ്പം 10 കിലോമീറ്റർ താഴ്ചയിലാണ്. എന്തായാലും ഈ ഒരു ഭൂകമ്പം വന്നതിന് പിന്നാലെ തന്നെ രാജ്യത്ത് ഒരു കനത്ത ജാഗ്രത കനത്ത സുരക്ഷാ നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഒരു പുതിയ വിവരം എന്ന് പറയുന്നത്. അതായത് രാജ്യത്ത് ഇത്തരത്തിലൊരു ഭൂകമ്പം, ശക്തമായ ഭൂകമ്പം വന്നതിന് പിന്നാലെ തന്നെ അടിയന്തരാവസ്ഥ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ പരിഭ്രാന്തരാവുകയും കുട്ടികളടക്കം ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തു വരുന്നതും ഓടി പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇപ്പോഴും ഈ ഒരു ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെട്ടിടത്തിന് ഉള്ളിലേക്ക് കയറാതിരിക്കുക, പുറത്തേക്ക്, അതായത് സുരക്ഷിതമായി പുറത്തുള്ള സ്ഥലങ്ങളിൽ, തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് ഭരണകൂടം അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 2 ഭൂകമ്പം ഒരുമിച്ച്, അതായത് സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിന് പിന്നാലെ വന്നതോട് തന്നെ കനത്തൊരു സുരക്ഷ, കനത്തൊരു ജാഗ്രത വേണമെന്നാണ് ഈ ഒരു ഭരണകൂടം അടക്കം ഈ ജനങ്ങളോട് നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു 13 കിലോമീറ്റർ അതുപോലെ തന്നെ 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഇത്തരത്തിലൊരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് തന്നെ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും അത് പിന്നീട് പിൻവലിച്ചു. ഈ ഒരു പ്രദേശത്തെ കെട്ടിടങ്ങൾ, അതായത് ഈ വെനസ്വേലയുടെ തലസ്ഥാനത്ത് ആ ഒരു പ്രദേശത്തെ കെട്ടിടങ്ങൾ വളരെ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങി എന്നുള്ളൊരു വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങളാണ് ആ ഒരു സ്ഥലത്ത് തകർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വൻ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടങ്ങൾ തകർന്നതോടുകൂടെ തന്നെ അതുപോലെ ചില കെട്ടിടങ്ങളിലേക്ക് ഗ്യാസ് വിതരണം തടസ്സപ്പെടുത്തും, ഗ്യാസ് വിതരണം ഉണ്ടാകില്ല എന്ന് അറിയിച്ചു, നിർത്തിവെച്ചതായി ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെ തന്നെ കെട്ടിടങ്ങളിലേക്ക് ഗ്യാസ് വിതരണം നിർത്തിവെച്ചു എന്നുള്ളൊരു അറിയിപ്പും വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ശക്തമായ ഒരു ഭൂകമ്പം തന്നെയാണ് വെനസ്വേലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും കനത്ത ഒരു ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ശരി, വ്യക്തമാണ്. എന്നാലും തുടർച്ചയായ 2 തവണയാണ് പ്രദേശത്ത് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. റിക്ടർ സ്കെയിലിൽ 7.1, 7.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും രാജ്യത്ത് വെനസ്വേലൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളുണ്ട്, കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീണിരിക്കുകയാണ്. ജനങ്ങളൊക്കെ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഭരണകൂടം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിസ്മയ പ്രകാശം.